സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും വലിയ രഹസ്യത്തെക്കുറിച്ചാണിത്. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. കാരണം ഇത് മനസ്സിലായാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തോൽവിയും ഉണ്ടാകില്ല, ഒരു പരാജയവും ഉണ്ടാകില്ല, ഒരു വിഷമവും നിങ്ങളെ തൊടുകയില്ല. നമുക്ക് ചുറ്റും എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ടവരിൽ പലർക്കും വളരെ നല്ല വിദ്യാഭ്യാസവും കഴിവുകളുമുണ്ട്. പക്ഷേ അവർക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു കുരുക്ക് പോലെ ഉണ്ടത് അവരെ മുന്നോട്ടു പോകാൻ അനുവദിക്കുന്നില്ല. അവരെന്ത് ചെയ്താലും ഒരു പ്രത്യേക പരിധിക്കപ്പുറം കടക്കാൻ കഴിയുന്നില്ല. എന്താണ് ആ കുരുക്ക്? അതാണ് നമ്മുടെ ഉള്ളിലെ ആ അടിസ്ഥാന വിശ്വാസങ്ങൾ. അതായത് നമ്മുടെ മനസ്സിൽ നാം ഏറ്റവും അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന ആ സത്യങ്ങൾ. അവയ്ക്കനുസൃതമായാണ് നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത്. അവയ്ക്കനുസൃതമായാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് 2 കഥകൾ പറയാൻ പോകുന്നു. ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ വളരെ സന്തോഷത്തോടെയും ഊർജ്ജസ്വലമായും ജീവിച്ചിരുന്നു. നല്ല ആരോഗ്യവും കരുത്തുമുണ്ടായിരുന്ന അവൻ ഒരിക്കൽ ഒരു ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോയി. ജ്യോത്സ്യൻ അവന്റെ കയ്യിലെ രേഖകൾ ശ്രദ്ധാപൂർവം നോക്കി കുറച്ചുനേരം മിണ്ടാതിരുന്ന ശേഷം അവൻ ഗൗരവത്തോടെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. ചികിത്സിക്കാൻ കഴിയാത്ത ഒരു രോഗം. അടുത്ത അമാവാസിയോടെ നിങ്ങൾ മരിക്കും. ആ വാക്കുകൾ കേട്ടപ്പോൾ ആ മനുഷ്യൻ ആദ്യം വിശ്വസിച്ചില്ല. പക്ഷേ ആ ജ്യോത്സ്യന് അത്ഭുത ശക്തികളുണ്ടെന്ന് അവൻ പലരിൽ നിന്നും കേട്ടിരുന്നതുകൊണ്ട് ഭയം അവന്റെ മനസ്സിൽ പതിയെ വേരുറച്ചു. അവൻ ആ പ്രവചനം പൂർണ്ണമായി വിശ്വസിച്ചു. വീട്ടിലെ എല്ലാവരോടും കാര്യം പറഞ്ഞു. സ്വന്തം വിൽപത്രം തയ്യാറാക്കി. ജീവിതത്തിലെ ബാക്കി കാര്യങ്ങൾ ഒതുക്കി തുടങ്ങി. രാവും പകലും അവന്റെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രം: എനിക്ക് ഹൃദ്രോഗമുണ്ട്, ഞാൻ മരിക്കും, അമാവാസി അടുത്തു വരുന്നു. ആ ഭയം പതിയെ അവന്റെ ശരീരത്തെയും ബാധിച്ചു. ശരീരം അവന്റെ വിശ്വാസത്തിനനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി. ക്ഷീണം വർദ്ധിച്ചു. ഹൃദയമിടിപ്പ് അസാധാരണമായി. മുഖം വിളറി. ശരീരം ദുർബലമായി. ഒടുവിൽ അവൻ കിടപ്പിലായി. അങ്ങനെ അമാവാസി വന്നു. ആ ദിവസത്തിൽ അവൻ മരിച്ചു. ഇപ്പോൾ ഒരു നിമിഷം ചിന്തിക്കൂ, ആ ജ്യോത്സ്യന് ശരിക്കും എന്തെങ്കിലും അത്ഭുത ശക്തിയുണ്ടായിരുന്നോ? ഇല്ല. അവൻ ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു. അവന്റെ വാക്കുകൾക്ക് യാതൊരു ശാപശക്തിയും ഉണ്ടായിരുന്നില്ല. അവന്റെ പ്രവചനത്തിന് ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ആ മനുഷ്യനെ കൊന്നത്? അവന്റെ സ്വന്തം വിശ്വാസം, അവന്റെ സ്വന്തം ഭയം, അവന്റെ സ്വന്തം ഉപബോധ മനസ്സിനോട് അവൻ ചെയ്ത ഒരു മാനസിക ആത്മഹത്യ. ആ മനുഷ്യൻ ജ്യോത്സ്യന്റെ വാക്കുകൾ കേട്ടു. പക്ഷെ പ്രശ്നം അവൻ കേട്ടതിലല്ല. അവൻ ആ വാക്കുകൾ തന്റെ മനസ്സിന്റെ ആഴത്തിലേക്ക് കയറ്റിവിട്ടതിലായിരുന്നു. അവൻ അതിനെ തന്റെ ഏറ്റവും വലിയ സത്യമായി വിശ്വസിച്ചു. ഞാൻ മരിക്കും എന്ന ചിന്ത അവന്റെ മനസ്സിലെ അടിസ്ഥാന വിശ്വാസമായി മാറി. അതിനുശേഷം അവന്റെ ഉപബോധ മനസ്സ് ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അത് അവന്റെ ശരീരത്തിന് നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി. നീ ദുർബലനാകൂ, നിനക്ക് രോഗം വരട്ടെ, നിന്റെ ശരീരം തകരട്ടെ. ശരീരം ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചു. പതിയെ അവന്റെ ആരോഗ്യം തകർന്നു. ഒടുവിൽ അവൻ മരിച്ചു. അവനെ കൊന്നത് ജ്യോത്സ്യന്റെ വാക്കുകളല്ല, അവന്റെ സ്വന്തം വിശ്വാസമായിരുന്നു യഥാർത്ഥ ആയുധം. ആദ്യത്തെ കഥ നമ്മളിൽ പലരും അറിയാതെ ജീവിക്കുന്ന ഒരു ദുരന്തത്തിന്റെ കഥയാണ്. അത് വെറും കേൾവിക്കഥയല്ല. അത് നമ്മുടെ 4 ചുവരുകൾക്കുള്ളിൽ നമ്മുടെ മനസ്സിന്റെ ഇടനാഴികളിൽ ദിനംപ്രതി അരങ്ങേറുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഓരോരുത്തരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കഥയിലെ നായകനെ പോലെയായിട്ടുണ്ട്. ബാല്യത്തിൽ നമ്മൾ കേട്ട വാക്കുകൾ, നമ്മുടെ സ്വന്തം മനസ്സിൽ മുളച്ചുപറ്റിയ വിശ്വാസങ്ങൾ, അവ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതെന്ന് ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നു. നിനക്ക് കഴിയില്ല, നീ ഒന്നുമാകില്ല, നിനക്ക് ഭാഗ്യമില്ല, നിന്റെ കുടുംബത്തിൽ ആരും വിജയിച്ചിട്ടില്ല, നീ സാധാരണക്കാരനാണ്, വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് കാര്യമില്ല. ഈ വാക്കുകൾ എത്ര പേരുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ ഏറ്റവും സ്നേഹത്തോടെ നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു തന്നവയാണ് ഈ വാക്കുകളിൽ പലതും. നിനക്ക് കഴിയില്ല, അത് അപകടമാണതൊന്നും ശ്രമിക്കേണ്ട, നിനക്ക് നഷ്ടം വരും. ഇതെല്ലാം സ്നേഹത്തിന്റെ പേരിലുള്ള ശാപങ്ങളായിരുന്നു. എന്നാൽ ആ സ്നേഹം നമ്മുടെ ചിറകുകളെ ഞെരിച്ചു കളഞ്ഞില്ലേ? നമ്മുടെ ആകാശത്തെ ഇരുണ്ട മേഘങ്ങൾ കൊണ്ട് മൂടിയില്ലേ? ചെറുപ്പത്തിൽ നമുക്കറിവില്ലായിരുന്നു. നമ്മൾ ആ വാക്കുകളെ ചോദ്യം ചെയ്തില്ല. അവയെ പൂർണ്ണമായും ഉൾക്കൊണ്ടു. എനിക്ക് കഴിയില്ല എന്നത് നമ്മുടെ മൂലവിശ്വാസമായി മാറി. ഞാനൊന്നുമല്ല എന്നത് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ അടിത്തറയായി. എനിക്ക് ഭാഗ്യമില്ല എന്നത് നമ്മുടെ വിധിയുടെ എഴുത്തായി. ഈ വിശ്വാസങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അവ ഒരു കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നീട് നമ്മൾ വളർന്നു. നമ്മൾ എന്തെല്ലാം ശ്രമിച്ചിട്ടും എന്തെല്ലാം പഠിച്ചിട്ടും നമ്മൾ പലപ്പോഴും പരാജയത്തിന്റെ അതേ കെണികളിൽ വീണുകൊണ്ടിരുന്നു.
കാരണം നമ്മുടെ ഉപബോധ മനസ്സ പഴയ നെഗറ്റീവ് മൂലവിശ്വാസങ്ങളെ അനുസരിച്ചാണ് പ്രവർത്തിച്ചത്. അത് ഒരു വിശ്വസ്ത സേവകനെ പോലെ നമ്മൾ ആജ്ഞാപിച്ച കാര്യങ്ങൾ, പരാജയം, ദാരിദ്ര്യം, സന്തോഷക്കുറവ്, അവ നമുക്ക് നേരിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അത് സുഹൃത്തുക്കളെ, നമ്മൾ ആ ജോൽസിന്റെ അടുത്ത് പോയ ആ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തരല്ല. നമ്മൾ എല്ലാവരും ഏതെങ്കിലും രൂപത്തിൽ ആ മനുഷ്യനാണ്. നമ്മുടെ സ്വന്തം മനസ്സാണ് നമ്മുടെ ജ്യോത്സ്യം. നമ്മുടെ സ്വന്തം ചിന്തകളാണ് നമ്മുടെ ശാപങ്ങൾ. എന്നാൽ ഇതോടെ കഥ അവസാനിക്കുന്നില്ല. ഇവിടെയാണ് രണ്ടാമത്തെ കഥ വരുന്നത്. ഈ രണ്ടാമത്തെ കഥ പ്രത്യാശയുടെ ഒരു തിരുനാളാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നു എങ്ങനെ നമ്മുടെ മൂലവിശ്വാസങ്ങളെ മാറ്റണം, എങ്ങനെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും പുതുക്കിപ്പണിയണം. ഈ കഥയിലെ നായകൻ ഒരു കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹം വിദ്യാഭ്യാസത്തിൽ ഉയർന്ന ബിരുദങ്ങൾ നേടിയ ആളായിരുന്നു. പ്രൊഫസർ എന്ന നിലയിൽ അദ്ദേഹത്തിന് സമൂഹത്തിൽ നല്ല ബഹുമാനവും സ്ഥാനവും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അകത്തെ ജീവിതം തകർന്ന അവസ്ഥയിലായിരുന്നു. പുറമേക്ക് അദ്ദേഹം ഒരു വിജയിയെപ്പോലെ കാണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായിരുന്നു. നിരന്തരമായ രോഗങ്ങൾ, ക്ഷീണം, ഉത്കണ്ഠ ഇവ അദ്ദേഹത്തെ വിട്ടുപിടിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ സാമ്പത്തികം തകർന്നിരുന്നു. കടങ്ങളുടെ കുടിയിൽ അദ്ദേഹം കഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഒന്നൊന്നായി അദ്ദേഹത്തെ വിട്ടുപോയി. അദ്ദേഹം കൈവയ്ക്കുന്നതെല്ലാം പരാജയമായിരുന്നു. ഒരു ഗവേഷണ പദ്ധതി ഏറ്റെടുത്താൽ അത് പാളിപ്പോകും. ഒരു ബന്ധം തുടങ്ങിയാൽ അത് തകരും. ഒരു നിക്ഷേപം നടത്തിയാൽ അത് നഷ്ടത്തിൽ കലാശിക്കും. അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും ഒരു ആഴമായ വിഷാദവും നിരാശയും നിറഞ്ഞിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ നിന്ന് എല്ലാ പ്രതീക്ഷയും ഉപേക്ഷിച്ചു. അവസാനം ഏതോ നിർബന്ധത്താൽ അദ്ദേഹം ജോസഫ് മർഫിയുടെ ഒരു പ്രഭാഷണത്തിൽ പങ്കെടുക്കാൻ പോയി. അവിടെ അദ്ദേഹം തന്റെ ദയനീയാവസ്ഥ വിവരിച്ചു. എന്റെ ജീവിതത്തിലെ എല്ലാം കുഴപ്പത്തിലാണ്. എനിക്ക് ആരോഗ്യവും സമ്പത്തും സുഹൃത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ കൈവയ്ക്കുന്നതെല്ലാം പരാജയമാകുന്നു. എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വഴിയൊന്നും കാണുന്നില്ല. അപ്പോൾ ജോസഫ് മർഫിയ അതിശയകരമായ ആത്മീയ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, പ്രിയ സുഹൃത്തേ, നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ കഴിവില്ലായ്മയല്ല. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്. എന്നാൽ ഇവയെല്ലാം പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അതാണ് നിങ്ങളുടെ മൂലവിശ്വാസം. നിങ്ങൾ ആവർത്തിച്ചുള്ള ചിന്തകളിലൂടെയും പുറത്തുനിന്നുള്ള വാക്കുകളിലൂടെയും ഞാൻ ഒരു പരാജിതനാണ്, എനിക്ക് ഒന്നും ശരിയാകില്ല, എല്ലാം എനിക്കെതിരാണെന്ന് ആഴത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ മൂലവിശ്വാസം. ഈ വിശ്വാസമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. ഉപബോധ മനസ്സ് എന്നത് ഒരു സ്വർണ്ണഭൂമിയാണ്. അവിടെ ഞെട്ടൽ, സംശയം, വിമർശനം എന്നിവയ്ക്ക് സ്ഥാനമില്ല. അത് നിങ്ങൾ അതിൽ പതിപ്പിക്കുന്ന വിശ്വാസങ്ങളെ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുകയും അവയെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും. ഞാൻ രോഗിയാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്ക് രോഗം സൃഷ്ടിച്ചു തരും. ഞാൻ ദരിദ്രനാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ദാരിദ്ര്യത്തിന്റെ സാഹചര്യങ്ങൾ നിരത്തിത്തരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആരോഗ്യമില്ലാത്തൽ, സമ്പത്തില്ലാത്തൽ, സുഹൃത്തുക്കളില്ലാത്തത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ പഴയ മൂലവിശ്വാസത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നു. പ്രൊഫസർ അല്പം ദേഷ്യത്തോടും നിരാശയോടും കൂടി ചോദിച്ചു, എങ്കിൽ ഞാൻ എന്തു ചെയ്യണം? എനിക്ക് എങ്ങനെ ഈ വിശ്വാസത്തെ മാറ്റാൻ കഴിയും? ഇത് എന്റെ അസ്ഥികൂടത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. മർഫി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വളരെ ലളിതമാണ്. പക്ഷേ ലളിതമായതുകൊണ്ട് തന്നെ ആളുകൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരു പുതിയ മൂലവിശ്വാസം സ്ഥാപിക്കണം. ഒരു പുതിയ അടിസ്ഥാന സത്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു പുതിയ സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യണം. ആ പഴയ തുരുമ്പിച്ച പരാജയത്തിന്റെ സംവിധാനത്തിന് പകരം വിജയത്തിന്റെയും സമൃദ്ധിയുടെയും ആരോഗ്യത്തിന്റെയും ഒരു പുതിയ സംവിധാനം. അതിനായി നിങ്ങൾ ഇനി പറയുന്ന വാക്കുകൾ ആവർത്തിക്കുക. ഇവ വെറും വാക്കുകളല്ല, ഇവ നിങ്ങളുടെ ഉപബോധ മനസ്സിനുള്ള പുതിയ കമാൻഡുകളാണ്. ഇവയെ ശരിയായ രീതിയിൽ, ശരിയായ വികാരത്തോടെ, ശരിയായ വിശ്വാസത്തോടെ ആവർത്തിക്കുക. എന്റെ ഉപബോധ മനസ്സിലെ അനന്തമായ ബുദ്ധി എന്നെ എല്ലാ മാർഗങ്ങളിലും നയിക്കുന്നു. എനിക്ക് സമ്പൂർണ്ണ ആരോഗ്യമുണ്ട്. ഐക്യത്തിന്റെ നിയമം എന്റെ മനസ്സിലും ശരീരത്തിലും പ്രവർത്തിക്കുന്നു. സൗന്ദര്യവും സ്നേഹവും സമാധാനവും സമൃദ്ധിയും എന്റേതാണ്. ശരിയായ പ്രവർത്തനത്തിന്റെയും ദിവ്യക്രമത്തിന്റെയും തത്വം എന്റെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു. പ്രൊഫസർ ആദ്യം ആ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സംശയം തോന്നി. എന്ത്? വെറും കുറച്ച് വാക്കുകൾ ആവർത്തിച്ചിട്ട് എന്റെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറുമോ? ഇത് വെറും മാനസിക വഞ്ചനയല്ലേ? അദ്ദേഹം ചിന്തിച്ചു. എന്നാൽ അദ്ദേഹത്തിന് മറ്റു വഴിയേതുമില്ലായിരുന്നു. എല്ലാം പരാജയപ്പെട്ടതിനു ശേഷം അദ്ദേഹം ഈ ഒരു വഴി കൂടി പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ആ വാക്കുകൾ ഒരു കടലാസിൽ എഴുതിയെടുത്തു. എന്നിട്ട് ദിവസത്തിൽ 3-4 തവണ അവ ആവർത്തിക്കാൻ തുടങ്ങി. രാവിലെ ഉറക്കമുണർന്ന ഉടനെ ശരീരം വിശ്രമിച്ച് മനസ്സിനെ ശാന്തമാക്കിയ വാക്കുകൾ.
പതുക്കെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിർവികാരത്തോടെ വിശ്വാസത്തോടെ ആവർത്തിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പും ശേഷവും ഒരു ചെറിയ വിശ്രമത്തിനിടയിൽ വീണ്ടും അവ ആവർത്തിച്ചു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏറ്റവും ശാന്തമായ ആ നിമിഷങ്ങളിൽ അവ അവസാനമായി ഒരിക്കൽ കൂടി ഉരുവിട്ടു. ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ യാതൊരു മാറ്റവും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ സംശയത്തിന്റെ പുഴുക്കൾ ഇഴഞ്ഞു. ഇതെല്ലാം വ്യർത്ഥമാണ്, ഞാൻ ഒരു വിഡ്ഢിയെപ്പോലെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. എന്നാൽ ഇവിടെയോ ഒരു ചെറിയ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റ് മാർഗങ്ങളെല്ലാം പരാജയപ്പെട്ട് ഈ മാർഗത്തിൽ കുറച്ചുകൂടി തുടരാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം തുടർന്നു. സംശയത്തെ അദ്ദേഹം അടക്കി നിർത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ മാറ്റം അദ്ദേഹം അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിലെന്നും ഉണ്ടായിരുന്ന ആ ബഹളവും ആശങ്കയും ഭയവും കുറഞ്ഞു തുടങ്ങി. പകരം ഒരു ശാന്തത വന്നു. എന്തായാലും ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്തെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന ഒരു പ്രതീക്ഷ അദ്ദേഹത്തിൽ ഉടലെടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിറവും ഊർജവും വന്നു. രാവിലെ എഴുന്നേൽക്കാൻ മുമ്പ് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അവൻ ഉണർന്നതും ഒരു പുതിയ ഉത്സാഹം അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന്റെ ദഹന പ്രശ്നങ്ങൾ ക്രമേണ മെച്ചപ്പെട്ടു. തലവേദനകൾ കുറഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖത്ത് ആരോഗ്യത്തിന്റെ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വലിയ മാറ്റം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം കണ്ടു. പഴയ ചില കടങ്ങൾ അപ്രതീക്ഷിതമായി തീർന്നു. ബാങ്കിൽ നിന്ന് ഒരു കത്ത് വന്നു. ഒരു പഴയ നിക്ഷേപം തിരിച്ചു കിട്ടി. ഒരു പഴയ സുഹൃത്ത് വിളിച്ചു ഒരു പുതിയ ജോലിയുടെ വാഗ്ദാനവുമായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാൻ ഒരു പരാജിതനാണെന്ന ചിന്തയ്ക്ക് പകരം ഞാൻ യോഗ്യനാണ്, എനിക്ക് കഴിയും എന്ന ചിന്ത വേരൂന്നാൻ തുടങ്ങി. 1 മാസത്തിനകം അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായും മാറിമറിഞ്ഞു. അദ്ദേഹം ജോസഫ് മർഫിക്ക് ഒരു കത്തെഴുതി. പ്രിയ ഗുരുവേ, ഇത് ശരിക്കും പ്രവർത്തിക്കുന്നു. ഇത് ഒരു അത്ഭുതമാണ്. എന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളും മെച്ചപ്പെടുന്നു. ഞാൻ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കി. എന്റെ കോളേജിൽ ഞാൻ ഏറ്റവും ആദരണീയനായ പ്രൊഫസറായി മാറി. എന്റെ ആരോഗ്യം ഇത്രയും നന്നായിട്ട് വർഷങ്ങളായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ എന്നെ തന്നെ വീണ്ടും കണ്ടെത്തി. ഈ ജീവിതത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഈ സത്യം പങ്കിട്ടതിന് നന്ദി. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, 2 കഥകളും നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ഒരേ നിയമമാണ് 2 കഥകളിലും പ്രവർത്തിച്ചത്. നമ്മുടെ ഉപബോധ മനസ്സിന്റെ നിയമം. ആദ്യത്തെ മനുഷ്യൻ ഞാൻ മരിക്കുമെന്ന മൂലവിശ്വാസം തന്റെ മനസ്സിൽ സ്ഥാപിച്ചു. അവൻ അതിനെ ഭയപ്പെട്ടു, അതിനെ പ്രതീക്ഷിച്ചു, അതിൽ വിശ്വസിച്ചു. അവന്റെ ഉപബോധ മനസ്സത് അവന് യാഥാർത്ഥ്യമാക്കി കൊടുത്തു. അവൻ മരിച്ചു. അവന്റെ മരണകാരണം ജോൽസിന്റെ വാക്കായിരുന്നില്ല, അവന്റെ സ്വന്തം വിശ്വാസമായിരുന്നു. രണ്ടാമത്തെ മനുഷ്യൻ ഞാൻ ആരോഗ്യവാനും സമ്പന്നനും സന്തുഷ്ടനുമാണ്, അനന്തമായ ബുദ്ധി എന്നെ നയിക്കുന്നു എന്ന മൂലവിശ്വാസം തന്റെ മനസ്സിൽ സ്ഥാപിച്ചു. അവനത് ആവർത്തിച്ചു, അതിൽ വികാരം നിറച്ചു, അതിൽ വിശ്വസിച്ചു. അവന്റെ ഉപബോധ മനസ്സത് അവന് യാഥാർത്ഥ്യമാക്കി കൊടുത്തു. അവന്റെ ജീവിതം മാറി. ഇതൊരു ശാപമോ അനുഗ്രഹമോ അല്ല സുഹൃത്തുക്കളെ, ഇത് ഒരു ശാസ്ത്രീയ നിയമമാണ്. വെള്ളം താഴോട്ടൊഴുകും എന്നതുപോലെ തീ ചൂട് നൽകും എന്നതുപോലെ ഭൂമി ഗുരുത്വാകർഷണമുള്ളതുപോലെ നിങ്ങളുടെ മൂലവിശ്വാസം നിങ്ങളുടെ ജീവിതമാകും എന്നതും ഒരു നിയമമാണ്. നിങ്ങൾക്ക് ഈ നിയമത്തെ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാം. അത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ഈ നിമിഷം മുതൽ നിങ്ങൾ ആരാണ് എന്നതിന് ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഇന്നുവരെ ജീവിച്ചിരുന്ന നിങ്ങളുടെ പഴയ വിശ്വാസങ്ങളുടെ തടവറകളിലായിരുന്നു. ഇനി ആ തടവറകളുടെ വാതിലുകൾ തുറക്കാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം, ശരി, ഞാൻ എന്റെ മൂലവിശ്വാസം മാറ്റണം. പക്ഷേ അത് എങ്ങനെ ചെയ്യും? എന്റെ മനസ്സിൽ വർഷങ്ങളായി പതിഞ്ഞുകിടക്കുന്ന, എന്റെ അസ്ഥികൂടത്തിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്നിരിക്കുന്ന ആ വിശ്വാസങ്ങളെ ഞാൻ എങ്ങനെ മാറ്റും? അവ വളരെ ശക്തമാണ്. ഞാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവ എന്നെ വലിച്ചിഴച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. ഇത് സത്യമാണ്. പഴയ വിശ്വാസങ്ങൾ ശക്തമാണ്. അവ ആഴത്തിൽ വേരൂന്നിയതാണ്. പക്ഷേ അവ അസാധ്യമല്ല. നിങ്ങൾക്ക് അവയെ മാറ്റാൻ കഴിയും. എങ്ങനെ? 3 ശക്തമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച്. സ്റ്റാർ. ആവർത്തനം, വികാരം, വിശ്വാസം. സ്റ്റാർ. ആദ്യത്തെ ഉപകരണം സ്റ്റാർ. ആവർത്തനം സ്റ്റാർ. ഒരു പുതിയ വിശ്വാസം, ഒരു പുതിയ ചിന്തനങ്ങളുടെ ഉപബോധ മനസ്സിലെത്തണമെങ്കിൽ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ എത്ര തവണ ഒരു കാര്യം ചിന്തിക്കുന്നുവോ അത്രത്തോളം അത് ശക്തമാകും. നിങ്ങൾ എത്ര തവണ ഒരു വാക്ക് പറയുന്നുവോ അത്രത്തോളം അത് നിങ്ങളുടെ ഭാഗമാകും. ഒരു പുതിയ വിത്ത് നട്ടു. ആദ്യം അത് ചെറുതാണ്. നിങ്ങൾ അതിന് ദിവസവും വെള്ളം നനയ്ക്കുന്നു. 1 ദിവസം, 2 ദിവസം, ഒരാഴ്ച. അത് മുളയ്ക്കാൻ സമയമെടുക്കും. അങ്ങനെ തന്നെ നിങ്ങളുടെ പുതിയ പോസിറ്റീവ് മൂലവിശ്വാസങ്ങൾക്കും സമയം വേണം. ദിവസവും അവ ആവർത്തിക്കുക, വിട്ടുകളയരുത്. നിങ്ങൾക്ക് ക്ഷീണം തോന്നുമ്പോൾ, നിങ്ങൾക്ക് സംശയം തോന്നുമ്പോൾ അപ്പോഴും തുടരുക.
കാരണം ആ സന്ദർഭങ്ങളിലാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും ശക്തമായി പഴയ വിശ്വാസങ്ങളെ പിടിച്ചു നിർത്തുന്നത്. അപ്പോഴാണ് നിങ്ങൾ പുതിയവ ആവർത്തിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കേണ്ടത്. രണ്ടാമത്തെ ഉപകരണം സ്റ്റാർ വികാരം. സ്റ്റാർ വെറും വാക്കുകൾ കൊണ്ട് മാത്രം പോരാ. നിങ്ങളുടെ വാക്കുകൾക്ക് ജീവൻ നൽകണം. അവയ്ക്ക് ഭാവവും വികാരവും നൽകണം. ഞാൻ ആരോഗ്യവാനാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യത്തിന്റെ ഒരു തരംഗം അനുഭവിക്കുക. നിങ്ങളുടെ രക്തചംക്രമണം എങ്ങനെ ശുദ്ധമാകുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ കോശങ്ങൾ എങ്ങനെ പുതുജീവൻ പ്രാപിക്കുന്നു എന്ന് മനസ്സിൽ കാണുക. ഞാൻ സമ്പന്നനാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ധാരാളം പണമുണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങാനുള്ള കഴിവുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം കൂടുന്നത് ദൃശ്യവൽക്കരിക്കുക. വികാരമാണ് ഉപബോധ മനസ്സിന്റെ ഭാഷ. വാക്കുകൾ കേട്ടാൽ മാത്രം പോരാ, അവയ്ക്കൊപ്പം ശക്തമായ വികാരവും ഉണ്ടായിരിക്കണം. നിങ്ങൾ സന്തോഷത്തോടെയും ആവേശത്തോടെയും വിശ്വാസത്തോടെയും ആ വാക്കുകൾ ആവർത്തിക്കുമ്പോൾ അവ ഉപബോധ മനസ്സിലേക്ക് ഇരുമ്പ് കമ്പി പോലെ കയറുന്നു. മൂന്നാമത്തെ ഉപകരണം സ്റ്റാർ വിശ്വാസം. സ്റ്റാർ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ ജീവിക്കുക. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം പൂർത്തീകരിക്കപ്പെട്ടു എന്ന മട്ടിൽ പ്രവർത്തിക്കുക. നിങ്ങൾ ആരോഗ്യവാനാണ് എന്ന് വിശ്വസിക്കുക. നിങ്ങൾ രോഗിയാണ് എന്ന് ഭയപ്പെടരുത്. നിങ്ങൾ സമ്പന്നനാണ് എന്ന് വിശ്വസിക്കുക. നിങ്ങൾ ദരിദ്രനാണ് എന്ന് വിലപിക്കരുത്. പ്രൊഫസർ ആദ്യം വിശ്വസിച്ചത് അദ്ദേഹത്തിന് മറ്റു വഴിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ക്രമേണ അദ്ദേഹത്തിന്റെ വിശ്വാസം ശക്തമായി. ആ വിശ്വാസം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറിയത്. നിങ്ങൾക്കും അത് ചെയ്യാൻ കഴിയും. ആദ്യം കൃത്രിമമായി പോലും വിശ്വസിക്കുക. ഞാനൊരു വിജയിയാണെന്ന് വിശ്വസിക്കുക. ആ വിശ്വാസം നിങ്ങൾ ആവർത്തിക്കുന്തോറും, നിങ്ങൾ വികാരം നൽകുന്തോറും യഥാർത്ഥമായി മാറും. എന്തുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കുന്നില്ല? ഒരു പേപ്പറും പേനയും എടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെക്കുറിച്ച് പോസിറ്റീവായ വർത്തമാനകാലത്തിൽ എഴുതുക. ഞാൻ ആരോഗ്യവാനാണ്. എന്റെ ശരീരം ശക്തമാണ്. എനിക്ക് ധാരാളം ഊർജമുണ്ട്. ഞാൻ സമ്പന്നനാണ്. എന്റെ ജീവിതത്തിൽ പണത്തിന്റെ പ്രവാഹം നിരന്തരമാണ്. ഞാൻ സന്തുഷ്ടനാണ്. എന്റെ ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്നു. എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. ഞാൻ സ്നേഹിക്കപ്പെടുന്നു. ഞാൻ സ്നേഹിക്കുന്നു. എന്റെ ജോലി എനിക്ക് തൃപ്തിയും സമൃദ്ധിയും നൽകുന്നു. ഞാൻ വിജയിക്കുന്നു. എന്റെ ഉപബോധ മനസ്സിലെ അനന്തമായ ബുദ്ധി എന്നെ എല്ലാ മാർഗങ്ങളിലൂടെയും നയിക്കുന്നു. ഇതെഴുതിയ ശേഷം ഈ വാക്കുകൾ ദിവസവും വായിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണു തുറക്കുന്നതിന് മുമ്പ് ഈ വാക്കുകൾ മനസ്സിൽ ഉരുവിടുക. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നിമിഷം നിർത്തി വാക്കുകൾ മന്ത്രിക്കുക. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മറ്റ് ചിന്തകളെല്ലാം വിട്ടി വാക്കുകളിൽ മുഴുകി ഉറങ്ങുക. വായിക്കുമ്പോൾ ആ വാക്കുകളുടെ അർത്ഥം ആസ്വദിക്കുക. ഞാൻ ആരോഗ്യവാനാണെന്ന് വായിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും ആരോഗ്യത്താൽ നിറയുന്നതായി അനുഭവപ്പെടുക. ഞാൻ സമ്പന്നനാണെന്ന് വായിക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ നിധി കൊണ്ട് നിറഞ്ഞതായി തോന്നുക. നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്തുക. നിങ്ങളുടെ തല ഉയർത്തുക. നിങ്ങളുടെ നെഞ്ചു വിടർത്തുക. നിങ്ങൾ ഇതിനകം വിജയിച്ച ഒരാളെപ്പോലെ നടക്കുക, സംസാരിക്കുക, ജീവിക്കുക. കാരണം ആദ്യം അഭിനയം, പിന്നീട് അത് യാഥാർത്ഥ്യമാകുന്നു. ജോസഫ് മർഫി പറഞ്ഞ ആ ശക്തമായ വാക്കുകൾ നിങ്ങൾക്ക് ഒരു മാതൃകയായി ഉപയോഗിക്കാം. നിങ്ങൾക്കിഷ്ടമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവ ആവർത്തിക്കുക. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, കാറിൽ, വണ്ടിയോടിക്കുമ്പോൾ, നടക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, കുളിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒഴിവായിരിക്കുന്ന ഓരോ നിമിഷവും ഈ മന്ത്രങ്ങൾ കൊണ്ട് നിറയ്ക്കുക. എന്റെ ഉപബോധ മനസ്സിലെ അനന്തമായ ബുദ്ധി എന്നെ നയിക്കുന്നു. ഞാൻ ആരോഗ്യവാനും സന്തുഷ്ടനും സമ്പന്നനുമാണ്. ദിവ്യക്രമം എന്റെ ജീവിതത്തിലുണ്ട്. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പുതിയ നാഡീപാതകൾ സൃഷ്ടിക്കും. പഴയ നെഗറ്റീവ് പാതകൾ ഉപയോഗിക്കപ്പെടാതെ വരുമ്പോൾ ക്രമേണ ഇല്ലാതാകും. പുതിയ പാതകൾ ആവർത്തിച്ച് ശക്തിപ്പെടുമ്പോൾ നിങ്ങളുടെ സ്വാഭാവിക ചിന്താരീതിയായി മാറും. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ വിത്ത് വീണിരിക്കുന്നു. അത് മാറ്റത്തിന്റെ വിത്താൻ, പ്രത്യാശയുടെ വിത്താണ്, ഒരു പുതിയ ജീവിതത്തിന്റെ വിത്താണ്. ആ വിത്തിന് ഇപ്പോൾ നിങ്ങളുടെ പരിചരണം വേണം. അതിന് വെള്ളം നനയ്ക്കുക, അതാണ് ആവർത്തനം. അതിന് വളമിടുക, അതാണ് വികാരം. അതിന് സൂര്യപ്രകാശം നൽകുക, മീനസ്, അതാണ് വിശ്വാസം. ഓർക്കുക, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നതാണ് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ മൂലവിശ്വാസങ്ങളാണ് നിങ്ങളുടെ വിധി. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങളെ മാറ്റാൻ കഴിയും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വിധിയെ മാറ്റാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും. ഇതൊരു വാഗ്ദാനമല്ല സുഹൃത്തുക്കളെ, ഇതൊരു വാഗ്ദാനത്തെക്കാൾ വലുതാണ്. ഇതൊരു നിയമമാണ്, പ്രപഞ്ചത്തിന്റെ നിയമം, നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ നിയമം. സൂര്യൻ ഉദിക്കുമെന്നതുപോലെ, ഋതുക്കൾ മാറുമെന്നതുപോലെ നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളായി മാറുമെന്നത് അത്ര തന്നെ നിശ്ചയമാണ്.
ഇനി ഈ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പ് നിങ്ങളോട് ഞാൻ ഒരു ചെറിയ അഭ്യർത്ഥന നടത്തുന്നു. കണ്ണുകൾ അടയ്ക്കുക, ആഴത്തിൽ ശ്വസിക്കുക, നിങ്ങളുടെ ശരീരത്തെ മുഴുവൻ വിശ്രമിക്കുക. എന്നിട്ട് പഴയ നെഗറ്റീവ് മൂലവിശ്വാസങ്ങളെ ഒന്നൊന്നായി ഓർത്തെടുക്കുക. എനിക്ക് കഴിയില്ല എന്ന ആ ശബ്ദം, ഞാൻ ഒന്നുമല്ല എന്ന ആ വിഷാദം, എനിക്ക് ഭാഗ്യമില്ല എന്ന ആ നിരാശ, ഞാൻ രോഗിയാണ്, എനിക്ക് പണമില്ല, ഞാൻ വിജയിക്കില്ല. ഈ ചിന്തകളെ ഓരോന്നായി തിരിച്ചറിയുക. അവയെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പറിച്ചെറിയുക. അവ വെറും കളകളാണെന്ന് മനസ്സിലാക്കുക. അവയ്ക്ക് ശക്തിയില്ല, കാരണം നിങ്ങളിപ്പോൾ അവയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പുതിയ ശക്തമായ പോസിറ്റീവ് വിശ്വാസങ്ങളെ അവയുടെ സ്ഥാനത്ത് നട്ടുപിടിപ്പിക്കുക. ഇങ്ങനെ പറയുക: ഞാൻ ശക്തനാണ്, ഞാൻ മിടുക്കനാണ്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ വിജയിക്കും, എന്റെ ഉപബോധ മനസ്സ് എന്നെ നയിക്കുന്നു. ഈ വാക്കുകൾ 20 തവണ പതുക്കെ വികാരത്തോടെ, വിശ്വാസത്തോടെ ആവർത്തിക്കുക. അവ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരട്ടെ. അവ നിങ്ങളുടെ ശരീരത്തിലുടനീളം പ്രതിധ്വനിക്കട്ടെ. അതിനുശേഷം ഒരു പുഞ്ചിരിയോടെ എന്റെ എല്ലാ ആഗ്രഹങ്ങളും എന്റെ നന്മയ്ക്കായി ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ഉറങ്ങുക. അടുത്ത ദിവസം രാവിലെ കണ്ണു തുറക്കുന്നതിന് മുമ്പ് ഈ വാക്കുകൾ ആദ്യം ആവർത്തിക്കുക. ഇത് തുടരുക. 21 ദിവസത്തേക്ക് ഇതൊരു ചടങ്ങാക്കുക. 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ചിലർക്ക് അത് വേഗത്തിലും ചിലർക്ക് കുറച്ച് സമയമെടുത്തേക്കാം. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചും ആവർത്തിച്ചും തുടരുകയാണെങ്കിൽ മാറ്റം അനിവാര്യമാണ്. ഒരു ദിവസം നിങ്ങൾ ഞെട്ടിപ്പോകും. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ഇത്രമേൽ മെച്ചപ്പെട്ടത് എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും. നിങ്ങളുടെ മുഖത്ത് ഒരു പുതിയ പ്രകാശമുണ്ടാകും. നിങ്ങളുടെ ചുറ്റും ആളുകൾ കൂടും. നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും അനുഭവപ്പെടും. അപ്പോൾ നിങ്ങൾ പറയും: ഞാൻ ഒരു പുതിയ മനുഷ്യനായി മാറി, എന്റെ ജീവിതം പൂർണ്ണമായും മാറി, ഞാൻ ജീവിതത്തോട് നന്ദിയുള്ളവനാണ്. സുഹൃത്തുക്കളെ ഓർക്കുക, നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. അതൊന്നുകിൽ നിങ്ങളെ നശിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളെ വിജയത്തിന്റെ കൊടുമുടിയിലെത്തിക്കും. ഇനി മുതൽ നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധാപൂർവം കാത്തു സൂക്ഷിക്കുക. അതിൽ വിഷം ചേർക്കാൻ ആരെയും അനുവദിക്കരുത്. അതിൽ സ്നേഹം, ആരോഗ്യം, സമൃദ്ധി, ആത്മവിശ്വാസം എന്നിവയുടെ വിത്തുകൾ മാത്രം നടുക. നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സ്വർഗമായി മാറും. ഇത് എന്റെ ആശംസയല്ല, ഇത് ഉറപ്പാണ്. നന്ദി.